ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയം അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. മമ്മൂട്ടി വേഴ്സസ് ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഇവിടെ വന്നിരിക്കുകയാണ്. മമ്മൂട്ടിക്കൊപ്പം ഇക്കുറി മത്സരിക്കാൻ ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു. മുൻനിര താരങ്ങളായ മോഹൻലാൽ, അതേപോലെ തന്നെ വിജയരാഘവൻ, ആസിഫ് അലി, ടൊവിനോ തുടങ്ങി ഫഹദ് വരെയുള്ള താരങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പലരും ഇതിനകത്തിൽ ചാൻസുകൾ എത്തുമെന്നുള്ള പ്രതീക്ഷ പലർക്കും ആരാധകർക്കുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം വേറെ ഒന്നുമല്ല, ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് രണ്ട് പേരാണ്. അവർ തന്നെയാണ് ഇപ്പോൾ ആ മത്സരത്തിൽ കട്ടയ്ക്ക് നിൽക്കുകയും ചെയ്യുന്നത്. ഒരു സൈഡിൽ മമ്മൂട്ടി നിൽക്കുമ്പോൾ മറ്റേ സൈഡിൽ ആസിഫ് അലിയാണ് എത്തിയിരിക്കുന്നത്. ആസിഫ് അലിക്ക് ഇക്കുറി 4 ചിത്രങ്ങളുമായിട്ട് തന്നെയാണ് അദ്ദേഹം പോരാടാൻ ഉറച്ചു തന്നെ നിൽക്കുന്നത്. ഇവിടെ ഒറ്റ സിനിമ കൊണ്ട് തന്നെ മമ്മൂട്ടി കളം നിറഞ്ഞാടുന്ന കാഴ്ചയും നമുക്ക് കാണാനും കഴിയുന്നു. എന്തായാലും ഈ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് വരുമ്പോൾ 31-ാം തീയതി ഉച്ചയ്ക്ക് ഈ ഒരു അവാർഡുകൾ പ്രഖ്യാപിക്കുമെന്നുള്ള ഉറപ്പുകളും ലഭിക്കുകയാണ്. ഇന്ന് വരുന്ന വാർത്തകൾ ഇങ്ങനെ നമുക്ക് വരുന്ന ഒരു കാര്യങ്ങളായിട്ട് പുറത്തു വരുന്നത്. എന്തായാലും ഫൈനൽ മമ്മൂട്ടി വേഴ്സസ് ആസിഫ് അലിയാണ്. അന്തിമഘട്ടത്തിലേക്ക് ഈ ഒരു അവാർഡ് നിർണയം എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. മമ്മൂട്ടിയാണോ ആസിഫ് അലി ആണോ എന്നുള്ള ചോദ്യത്തിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഇവിടെ രണ്ടുപേരും അർഹരാണ്. നിങ്ങൾക്ക് ആരാണ് ഇതിനകത്തിൽ ഏറെ നേടാൻ ചാൻസ്, ഈ ഒരു അവാർഡ് നേടാൻ എന്നുള്ളത് നമുക്ക് എപ്പോഴും പറയാനുള്ളത് മമ്മൂട്ടി തന്നെയാണ്. കളങ്കാവൽ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നു, ഒപ്പം ഇവിടെ ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ട് തന്നെ നമുക്ക് കാണാൻ അറിയാം, അത് മമ്മൂട്ടി മലയാള സിനിമയിൽ മറ്റൊരു നടനും ഇമാതിരി ഗംഭീരമായിട്ടുള്ള ഒരു കൊടൂര തൂക്കിയിട്ടില്ല അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്നറിയാം. കഴിഞ്ഞ 15 വർഷം എടുത്തു നോക്കിയാലും ഒരു നടൻ്റെ പേരിലും ഇത്ര മികച്ച രീതിയിലുള്ള ഒരു അഭിനയം കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തിന് മമ്മൂട്ടിയുടെ പേരിൽ പോലും ഇല്ല എന്ന് തന്നെ പറയാം. എന്തായാലും ആസിഫ് അലി 4 സിനിമകളുമായി മമ്മൂട്ടിയുടെ ഒരൊറ്റ സിനിമയ്ക്കെതിരെ മത്സരിക്കുമ്പോൾ നമുക്ക് കാത്തിരിക്കാം ആർക്കായിരിക്കും അവാർഡ് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും കമൻസുകൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ തീർച്ചയായും ഒപ്പം ലൈക്ക് ചെയ്ത് തരണം. നിങ്ങളിൽ നിന്ന് ഇക്കുറി നമ്മളൊരു 5000 ലൈക്കെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയാണ്. സാധാരണ നമുക്ക് 150-200 ഒക്കെ ലൈക്കാണ് വരുന്നത്. ഇക്കുറി അങ്ങനെയല്ല, 5000 വരും. അതേപോലെ തന്നെ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായും കമൻസ് ഇടുമെന്നുള്ള പ്രതീക്ഷയിലുമാണ്. അപ്പോൾ ഇനി മണിക്കൂറുകൾ എണ്ണം, കൗണ്ട് ഡൗൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരായിരിക്കും മികച്ച നടൻ എന്നുള്ളത് കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.